വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. മൊബൈൽ ഫോണുകൾ വിർച്വൽ ചൂതാട്ട കേന്ദ്രങ്ങളായി മാറിയെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം വരുന്നു. ഓൺലൈൻ വാതുവെപ്പും ചൂതാട്ടവും വ്യാപകമാകുന്നു. ഓൺലൈൻ ഗെയിമിംഗ് ആസക്തി പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്നു. കർശന നിരോധനം അനിവാര്യമാണെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഷപ്ന ലീഗൽ ഡെസ്കിൽ ചേർന്നുണ്ട്. ഷപ്ന, ഇപ്പം ഒരു ആപ്പിന്റെ കാര്യം പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. കോടതിയുടെ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? സേതു, നേരത്തെ രുചീഷ് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയത്തിന് സമാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സുപ്രീം കോടതി ഇപ്പോൾ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത് ഈ മൊബൈൽ ഫോണുകൾ വെർച്വൽ ചൂതാട്ട കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ഇത് സമൂഹത്തിന് വലിയ അപകടമുണ്ടാക്കുന്നു എന്നതാണ്. ഈ കേസിലെ ആസ്പദമായ സംഭവം തമിഴ്നാട്ടിലെയും അതോടൊപ്പം തന്നെ കർണാടകയിലെയും ഈ റമ്മി, ചൂതാട്ടം പോലെയുള്ള ഈ ഇത്തരത്തിലുള്ള ഗെയിമുകൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ ഈ ആപ്പുകളാണ്, അല്ലെങ്കിൽ ഈ ആപ്പുകളുടെ നിർമ്മാതാക്കളാണ് ഇത്തരത്തിൽ കോടതിയെ സമീപിക്കുന്നത്. കോടതി അപ്പോൾ പറയുന്നത് ഇത് വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിച്ചു തുടങ്ങിയിരിക്കുന്നു. ജനങ്ങളെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആരോഗ്യത്തെ, പൊതുജനാരോഗ്യത്തെ പോലും ബാധിക്കുന്ന വലിയ സാമൂഹിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വിഷയമായി ഈ ഓൺലൈൻ റമ്മികൾ, അതോടൊപ്പം തന്നെ ഈ ചൂതാട്ടങ്ങൾ അത്തരത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ ഈ റമ്മി, ഈ ഹർജിക്കാർ ഉന്നയിക്കുന്ന വാദം ഇതൊരു സ്കിൽഡ് ഗെയിമാണ്, അല്ലാതെ ചൂതാട്ടമല്ല എന്നാണ്. പക്ഷേ കോടതി പറയുന്നത് ഇത് പണം വെച്ചാകുമ്പോൾ ഒരു സ്കിൽഡ് ഗെയിം എന്ന രീതിയിലേക്ക് കാണാൻ പറ്റില്ല. ഇതൊരു ചൂതാട്ടമായി തന്നെ കാണണം. ഇത്തരത്തിലുള്ള ചൂതാട്ടം സാമൂഹിക വിപത്തായി കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളും നിയമനിർമ്മാണം നടത്തണം എന്നതാണ്. കർണാടകയിലും തമിഴ്നാട്ടിലും കർശനമായ നിരോധനമുണ്ട് ഇത്തരത്തിലുള്ള ഈ മൊബൈൽ ആപ്പുകൾ വഴിയുള്ള ഈ റമ്മി, അതോടൊപ്പം തന്നെ ചൂതാട്ടങ്ങൾക്ക്. അത്തരം ഓരോ സംസ്ഥാനങ്ങളും നടപടിയെടുക്കണം. ഈ രീതിയിൽ അനുവദിക്കരുത്. പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ, വലിയ സാമൂഹിക വിപത്തിനെ തടയണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. യെസ്, ഓക്കെ. ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വളരെ